അടുത്തിരിക്കെ വിസ്മയമായി മുൻ ഇടത് MLA കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ. ഇടതുബന്ധം അവസാനിപ്പിച്ച് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ചു. ഉപാധികളില്ലാതെയാണ് കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെത്തിയതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇടതുബന്ധം അവസാനിപ്പിച്ച് കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ തിരിച്ചെത്തിയത്. CPM ജില്ലാ നേതൃത്വവുമായി കാരാട്ട് റസാഖ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇടഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് മുസ്ലിം ലീഗിലേക്കുള്ള തിരിച്ചുവരവ്. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമുള്ളത്. രാത്രി എടുത്ത തീരുമാനം, ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ, പ്രത്യേകിച്ച് തങ്ങളുടെയും മിലാദ് സാഹിബിനെയും മുനീർ സാഹിബിനെയും ഒക്കെ വിശ്വാസമാണ്. 10 കൊല്ലം പ്രവർത്തിക്കാത്തത് അതിൻ്റെ ഡബിൾ മടങ്ങ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥി PK ഫിറോസിനൊപ്പം എത്തിയ കാരാട്ട് റസാഖ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 2016 ലീഗിന്റെ MA റസാഖിനെ 573 വോട്ടുകൾക്കാണ് LDFിനു വേണ്ടി കാരാട്ട് റസാഖ് അട്ടിമറിച്ചത്. എന്നാൽ 2021 എതിരാളിയായി MK മുനീർ എത്തി. ഇതോടെ 6344 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. PV അൻവർ LDF ബന്ധം അവസാനിപ്പിച്ച സമയത്ത് കാരാട്ട് റസാഖ് മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം വാർത്തകൾ നിഷേധിക്കുകയായിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.